ആദ്യം സ്വയം നന്നാകണം, എന്നിട്ട് കുടുംബം, പിന്നെ ചുറ്റുമുള്ളവരെ. അങ്ങനെയല്ലേ സർക്കാരെ ചെയ്യേണ്ടത്? സർക്കാരിന്റെയും മാറി മാറി വരുന്ന മന്ത്രിമാരുടെയും ദുർഭരണവും കെടുകാര്യസ്ഥതയും വെച്ചുകൊടുക്കേണ്ടത് ജനങ്ങളുടെ തലയിലല്ല. ഇനി ഈ കണ്ട നികുതിയെല്ലാം കൂട്ടിക്കൊടുത്താൽ നമുക്കെന്താണ് പകരം കിട്ടുന്ന മെച്ചം? ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് പൊട്ടിപ്പൊളിയുന്ന റോഡുകൾ, വൃത്തിയും വെടിപ്പുമില്ലാത്ത ആശുപത്രികൾ, മൂത്രപ്പുരയില്ലാത്ത സ്കൂളുകൾ, കുടിശ്ശികയാവുന്ന ക്ഷേമ പെൻഷനുകൾ, ഇതിലെല്ലാത്തിലും നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പ്രത്യേകതരം വ്യക്തികൾ. മലപ്പുറത്തെയും പാലക്കാട്ടെയും മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചാൽ രാഷ്ട്രീയ താൽപര്യത്തിനു നൽകിയ ഹയർ സെക്കൻഡറികളല്ലാതെ എന്തായിരുന്നു മൂലധന ചെലവ്? വാചക കസർത്തുകളല്ലാതെ, മഹാസംഗമങ്ങളല്ലാതെ എന്തുണ്ടിവിടെ എമർജിംഗ് കേരളത്തിൽ വികസിച്ചത്? അധികം പറയാതിരിക്കുന്നതാണ് ഭേദം. ക്ഷമിച്ചും സഹിച്ചും മടുക്കുമ്പോൾ നാം സാധാരണ ഭാഷയിൽ പറയാറുണ്ട്, എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ശല്യം എന്ന്. അതിനപ്പുറം ആരും ചിന്തിക്കണ്ട.